ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 47-ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുനാളുകളും പെരുന്നാളുകളും തമ്മിലുള്ള സാമ്യവും വ്യത്യാസവും അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. തിരുനാൾ എന്നാൽ വിശുദ്ധമായ ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. പെരുന്നാൾ എന്നാൽ വലിയ ദിവസം എന്നർത്ഥമാക്കുന്നു. തിരുനാളിനും പെരുന്നാളിനും ലക്ഷ്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നാം ആദ്യം കാണുന്നത്. തിരുനാൾ എന്നത് വിശുദ്ധമായ ദിനമാണെന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന അവസരമാണ് തിരുനാളുകൾ. പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് തിരുനാളുകളിൽ കണ്ടുമുട്ടുന്നത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്കായിട്ട് നൽകിയ നന്മകളുടെ അനുസ്മരണം, അങ്ങനെ നന്മകൾ ലഭ്യമാക്കിയതിലൂടെ നാം തിരിച്ച് നന്ദി പറയേണ്ട സാഹചര്യം, തുടർന്ന് ആ നല്ല ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം, അവസാനമായി ദൈവകൽപ്പനകളോടുള്ള അനുസരണവും വിധേയത്വവും. ഇവയാണ് തിരുനാളുകളുടെ ലക്ഷ്യം. പെരുന്നാൾ എന്നാൽ വലിയ ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. വിശുദ്ധരുടേതായിട്ടുള്ള ദിവസങ്ങൾ, അവരുടെ മരണ തിരുനാൾ അനുസ്മരണ ദിവസങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളാണ് പെരുന്നാളുകൾ. പൊതുവിൽ പള്ളിപ്പെരുന്നാളുകൾ എന്ന് അവ അറിയപ്പെടുന്നുണ്ട്. തിരുനാളുകളെക്കുറിച്ചും പെരുന്നാളുകളെക്കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കുന്നതിന് ദൈവാരാധനയെക്കുറിച്ചും വിഗ്രഹാരാധനയെക്കുറിച്ചും കൂടുതൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് വിശുദ്ധർ? ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് അതനുസരിച്ച് ജീവിച്ചവരാണ് വിശുദ്ധർ. അവർ നമുക്ക് മാതൃകകളാകാനായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വിശുദ്ധരെ വിഗ്രഹങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് അപകടം. ഒരു വിശുദ്ധനും തന്നിൽ തന്നെ ഒരു ശക്തിയുമില്ല. വിശുദ്ധരെ പലപ്പോഴും നമ്മൾ അത്ഭുത പ്രവർത്തകരാക്കാറുണ്ട്, അസാധ്യ കാര്യങ്ങളെ മധ്യസ്ഥരാക്കാറുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്നവരാക്കി മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഒരു വിശുദ്ധനും അത്ഭുത പ്രവർത്തകനല്ല. വിശുദ്ധർ മധ്യസ്ഥത വഹിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരല്ല അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നത്. മാതാവ് പറഞ്ഞത് പ്രത്യേകം അനുസ്മരിക്കാം. മകനെ, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. മകനായ ഈശോയെ കൊണ്ടാണ് അവിടെ ഇടപെട്ട് അത്ഭുത പ്രവർത്തനത്തിന് തയ്യാറാക്കുന്നത്. അല്ലാതെ മാതാവല്ല ആ ഭവനത്തിലെ കുറവ് നികത്തുന്നത്. വിശുദ്ധരെല്ലാം ചെയ്യുന്നത് ദൈവത്തോട് മധ്യസ്ഥം വഹിക്കലാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നത് വിശുദ്ധരല്ല, ദൈവമാണ്. വിശുദ്ധർ വേണ്ട എന്നല്ല, ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവർ കയറി നിൽക്കാൻ പാടില്ല, അവരെ കയറ്റി നിർത്താൻ പാടില്ല. ദൈവത്തോട് ചോദിച്ചിട്ട് ലഭിക്കാത്തത് വിശുദ്ധരോട് ചോദിച്ചാലും ലഭിക്കില്ലെന്നറിയണം. വിശുദ്ധർ വിഗ്രഹമായി മാറരുത്. ദൈവാരാധനയും വിഗ്രഹാരാധനയും കുറിച്ച് തിരിച്ചറിവുണ്ടായിരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതം എന്നിൽ നിറവേറാൻ ഞാൻ ഒരുങ്ങി അതിനെ സ്വീകരിക്കുന്നതാണ് ദൈവാരാധന. മറിച്ച് വിഗ്രഹാരാധന എന്ന് പറയുന്നത് എൻ്റെ ഹിതമനുസരിച്ച് ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വിഗ്രഹാരാധനയായിട്ട് മാറുന്നു. ഇപ്പോൾ തിരുനാളുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുസ്മരണവും നന്ദി പ്രകാശിപ്പിക്കലും അനുസരണവുമൊക്കെയായിട്ട് മാറുമ്പോൾ, പെരുന്നാളുകൾ വിശുദ്ധരുടെ മാതൃക അനുകരണീയമായി പിന്തുടരാനുള്ള ആഹ്വാനം നൽകലാണെന്ന് തിരിച്ചറിവുള്ളവരാവുക. തിരുനാളുകൾ കൂടുതലും ദൈവോന്മുഖമായിട്ടും പെരുന്നാളുകൾ വിശുദ്ധരുടെ മധ്യസ്ഥതയിലൂടെ ലഭ്യമാകുന്ന ആത്മീയ ഉണർവുമായി ബന്ധപ്പെട്ടതാണെന്ന് നാം മനസ്സിലാക്കുക.